തട്ടിപ്പാണ്, പാതിവില തട്ടിപ്പ്. ഇപ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നും ഒട്ടേറെ പരാതികൾ പോലീസിന് ലഭിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ വിശദാംശങ്ങളുമായുണ്ട്. ഇടുക്കിയിലേക്കാണ് ഇനി പോകുന്നത്. രാഹുൽ വിജയൻ തത്സമയ വിവരങ്ങളുമായി. രാഹുൽ, ഇടുക്കിയിലുമുണ്ട് ഒട്ടേറെ ഇരകൾ. ഇവർ നിലവിൽ എന്താണ് സ്വീകരിച്ചിരിക്കുന്ന നടപടി? അവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണോ? അനുജ, അങ്ങനെ തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു. നിലവിൽ 1000-ലധികം പരാതിക്കാരുണ്ട്. പോലീസ് പരാതിയായി സ്വീകരിച്ചിരിക്കുന്നത് 800-ലധികവും വരും. ഇതിൽ 22 കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 800 പരാതികൾ എന്ന് പറയുമ്പോഴും അതിൽ കൂടുതലും മാസ് പെറ്റീഷനാണ്. അതുകൊണ്ട് തന്നെ ഈ പരാതിക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും എന്നുള്ളത് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ കഴിയും. നമ്മളിപ്പോൾ ഉള്ളത് കോളപ്രയിലാണ്. കോളപ്രയിൽ അനന്തു കൃഷ്ണന്റെ നാടാണ്. ഇവിടെയും സമാനമായ രീതിയിൽ ഒരുപാട് പേരെ സ്വന്തം നാട്ടുകാരെ തന്നെ അനന്തു കൃഷ്ണൻ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂവാറ്റുപുഴയിൽ ആദ്യം NGO തുടങ്ങിയതിന് ശേഷം രണ്ടാമത് മറ്റൊരു പേരിൽ NGO തുടങ്ങുന്നത് ഇവിടെ കോളപ്രയിലാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റൽ സ്റ്റഡീസ് എന്ന പേരിൽ ഒരു NGO തുടങ്ങിയായിരുന്നു ഇവിടെ തട്ടിപ്പ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ രാവിലെ വരെ ഈ സ്ഥാപനത്തിൽ ആളുണ്ടായിരുന്നു, അത് പ്രവർത്തിച്ചിരുന്നു, തുറന്ന് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് തൊട്ട് താഴെ ഒരു കടയുണ്ട്, കൈരളി ട്രേഡേഴ്സ് എന്ന് പറയുന്ന കട. ആ ദൃശ്യങ്ങളിൽ കാണാം. ആ കടയിലെ ചേച്ചിക്കും സാമ്പത്തികമായിട്ട് നഷ്ടമുണ്ടായി. അവർക്ക് പരസ്യമായിട്ട് പ്രതികരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർക്കും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. 1,00,000-ലധികം രൂപ ആ ചേച്ചിയുടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ സ്വന്തം നാട്ടിലും വലിയ തരത്തിലുള്ള വലിയ തട്ടിപ്പ് നടത്തിയ ഒരാളാണ് അനന്തു കൃഷ്ണൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാഞ്ഞാർ പോലീസ് സ്റ്റേഷൻ, അതായത് അനന്തുവിൻ്റെ വീടും സ്ഥലവും ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയാണ് കാഞ്ഞാറും. അവിടെ മാത്രം ഏകദേശം 40-ലധികം പരാതികൾ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്ന് പോലീസ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ പോലീസിൽ പരാതി കൊടുക്കുമ്പോൾ കൂടുതലും പരാതി സ്വീകരിക്കുന്നില്ല, കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി CPM ഇടുക്കി ജില്ലാ സമ്മേളനം നടക്കുകയാണ്. അതിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തുമ്പോൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കാൻ ഒരു തീരുമാനത്തിലേക്ക് ഈ പണം നഷ്ടപ്പെട്ട സ്വന്തം നാട്ടുകാരെ പോലും കളിപ്പിച്ചു അനന്തു കൃഷ്ണൻ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ഇടുക്കിയിൽ തട്ടിപ്പിനിരയായവർ. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകുന്നു. സൂരജ് സജിയിലേക്കാണ് ഇനി തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി. സൂരജ്, ഇതിൽ കൗൺസിലർ അടക്കം വടക്കാഞ്ചേരിയിൽ നിന്നുള്ള കൗൺസിലർ അടക്കം നമ്മളോട് സംസാരിക്കുമ്പോൾ ഏത് തരത്തിലാണ് വിദഗ്ധമായി കബളിപ്പിക്കപ്പെട്ടത് എന്നവർ പറയുകയാണ്. എന്തൊക്കെയാണ് നമ്മളോട് ഇവർ വ്യക്തമാക്കുന്നത്? ഒട്ടേറെ പരാതിക്കാരുണ്ടോ അവിടെ? അനുജ, തീർച്ചയായും തൃശ്ശൂരിലും നിരവധി പേരാണ് ഈ തട്ടിപ്പിന് ഇരയായത് എന്നുള്ളതാണ് പറയുന്നത്. വടക്കാഞ്ചേരി നഗരസഭ കൗൺസിലർ തന്നെ ഈ കെണിയിൽ പെടുന്നു. ഈ കൗൺസിലറെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഈ സൊസൈറ്റി അടക്കം രൂപീകരിച്ചുകൊണ്ട് 48 പേരുടെ കയ്യിൽ നിന്ന് ഈ സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് 60,000 രൂപ വീതം വാങ്ങുന്നു. 35 ലക്ഷം രൂപയാണ് ഈ വടക്കാഞ്ചേരിയിലെ സീഡ് സൊസൈറ്റിക്ക് കീഴിൽ മാത്രം ഈ തട്ടിപ്പ് നടത്തിയതെന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലും അന്തിക്കാട് സൊസൈറ്റി, അതായത് അന്തിക്കാടും സീഡ് സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് അവിടെയും തട്ടിപ്പ് നടത്തി. 1.5 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് തൃശ്ശൂർ ജില്ലയിൽ മാത്രം നടന്നുവെന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായുള്ള വിലയിരുത്തൽ. പക്ഷേ ഇപ്പോഴും ഈ പരാതിക്കാർ പൂർണ്ണമായും രംഗത്തേക്ക് എത്തുന്നില്ല. പക്ഷേ ഈ 48 പേർ വടക്കാഞ്ചേരിയിൽ പരാതി നൽകിയിരിക്കുന്നു. അവർ ഈ സൊസൈറ്റിയുടെ പേരിലും അതോടൊപ്പം തന്നെ വ്യക്തിപരമായെല്ലാം പരാതി നൽകിയിരിക്കുന്നു. അന്തിക്കാടും 7 യുവതികൾ പരാതി നൽകി. ഈ പരാതിയിന്മേൽ അന്തിക്കാട് തൃശ്ശൂർ ജില്ലയിലെ ആദ്യ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ സ്വാഭാവികമായും ഇന്ന് പരാതികൾ എത്തും എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ ഈ ക്രൈംബ്രാഞ്ചിനടക്കം ഈ പരാതികൾ കൈമാറുക എന്നുള്ളതാണ് നിലവിൽ പോലീസ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. എന്തായാലും തൃശ്ശൂരിലും വ്യാപകമായ തട്ടിപ്പാണ് നടന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ. ഇനി വയനാട്ടിലേക്കാണ് സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി. സമീർ, വയനാട്ടിലും പരാതി പ്രളയം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ മാത്രം മാനന്തവാടി സ്റ്റേഷനിൽ 100ഓളം പരാതികൾ ഈ വിഷയത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാനുള്ള വിവരം എന്താണ്? അനുജ, മറ്റു ജില്ലകളിൽ ഉള്ളതുപോലെ തന്നെ വയനാട് ജില്ലയിലും വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. കോടികളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. സൊസൈറ്റികൾ, പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് സൊസൈറ്റികൾ രൂപീകരിച്ചുകൊണ്ടായിരുന്നു ഈ തട്ടിപ്പ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ സാധാരണക്കാരാണ് പ്രധാനമായും ഇതിനകത്ത് ഇരയായിരിക്കുന്നത്. വനിതകൾക്ക് സ്കൂട്ടർ, അതുപോലെ തന്നെ വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മാനന്തവാടി സ്റ്റേഷനിൽ ഇന്നലെ 94 പരാതികൾ ലഭിച്ചിരുന്നു. കൂടാതെ ഇന്നലെ രാത്രിയും കൂടുതൽ പരാതികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കനുസരിച്ച് 201 പരാതികൾ മാനന്തവാടിയിൽ മാത്രം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. നിരവധി പേർ ഇതിന് തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആ പണം തിരികെ ലഭിക്കും, അല്ലെങ്കിൽ വാഹനങ്ങളും മറ്റു സാധനങ്ങളും ഒക്കെ തിരികെ അവർക്ക് ലഭ്യമാകും എന്ന ആ ഒരു വിശ്വാസത്തിൽ അവർ നിൽക്കുന്നുണ്ട്. ഇവരുടെ മോഹന വാഗ്ദാനങ്ങൾ പെട്ടുകൊണ്ട്, അതായത് പ്രൊമോട്ടർമാർ ഇവരെ ബന്ധപ്പെടുന്നുണ്ട്. ആ ബന്ധപ്പെടുന്നതനുസരിച്ച് അവർ പറയുന്നത് പണം നഷ്ടമാകില്ല, വാഹനങ്ങൾ ലഭിക്കും, ഗൃഹോപകരണങ്ങൾ വീട്ടിലേക്ക് ലഭ്യമാകും, അതുപോലെ ലാപ്ടോപ്പ് ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് വാഗ്ദാനം ചെയ്ത ലാപ്ടോപ്പ് ഉൾപ്പെടെ ലഭ്യമാകും എന്ന ആ ഒരു മോഹന വാഗ്ദാനം ഇപ്പോഴും തുടരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ ഒരു ശതമാനം പേരും ഇപ്പോഴും പരാതി നൽകാൻ
കൂട്ടാക്കാതെ മാറി നിൽക്കുന്നത്. അതേസമയം തന്നെ തട്ടിപ്പിന് ഇരയായി എന്ന് ബോധ്യപ്പെടുന്നവരെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നു. ജില്ലാ പോലീസ് മേധാവിക്ക് നേരിട്ടും പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോഴും ഈ പരാതികൾ ലഭിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അത്രമാത്രം വലിയ തുകയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് എന്ന് നിലവിൽ കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല. പരാതികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 11 മണിക്ക് ബത്തേരിയിലും അതുപോലെ മാനന്തവാടിയിലും ഈ തട്ടിപ്പിന് ഇരയായവരുടെ കൂട്ടായ്മ ഉണ്ട്. അവർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഉൾപ്പെടെ അവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള തട്ടിപ്പ് തന്നെയാണ് വയനാട് ജില്ലയിലും നടന്നിട്ടുള്ളത്. അനുജ, പാതിവില തട്ടിപ്പ് വയനാട്ടിൽ വലിയ പരാതികൾ ഇപ്പോൾ ഉയർന്നു വരികയാണ്. കൂടുതൽ പരാതികൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും എന്നാണ് സമീർ അറിയിച്ച വിവരം. 1000-ഓളം പേർ ഇതിനോടകം തന്നെ തട്ടിപ്പിന് ഇരയായി എന്നതിന്റെ തെളിവുകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. മാനന്തവാടി സ്റ്റേഷനിൽ ഇന്നലെ മാത്രം 94 പരാതികൾ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട്